ഓക്കേടാ മോനെ. ഓക്കെ സാറേ, അത് ശരി. ഇന്നും താമസിച്ചല്ലോടാ. എന്നാ പറയാനടായി, അമ്മാര് നമ്മളെ പിഴിഞ്ഞോണ്ടിരിക്കുവല്ലേ. ആ ബീഫ് റോസ്റ്റ് കഴിഞ്ഞോ? കഴിഞ്ഞല്ലോടാ. കഴിഞ്ഞോ? ആ അതങ്ങനെ വരുള്ളൂ. അത് ഒരു കാര്യം ചെയ്യും, ഇനി വന്നവർക്ക് ഞങ്ങളെ രണ്ടുപേരും പേർക്ക് 2 പ്ലേറ്റിലാക്കിയിട്ടേ അപ്പർണിസ് റോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കരുത്. മടുത്തു ഈ അപ്പർണിസ് പണി. എടുത്താ പോകാത്ത ടാർഗറ്റും നിസാര ശമ്പളവും, ആവശ്യത്തിന് ഫുഡും കിട്ടൂല, ആഗ്രഹിച്ച ഉറക്കം കിട്ടൂല. ഓട്ടറാ, നിങ്ങളുടെ പതിവ് തന്നെയല്ലേ കഴിക്കാൻ. ഒരു സിംഗിൾ ബീഫ് ഫ്രൈ കൂടെ ഉണ്ട്, അങ്ങോട്ട് എടുത്തേക്കാം. ആ എടുക്ക. നീ ആദ്യമേ ഒരു 2 കട്ടനും എടുക്കുക, നല്ല കടുപ്പത്തില്. ജോസാറേ, ഇതന്നെ ഈ നേരത്തെ സംഘടന പരിപാടി വല്ലതും ഉണ്ടോ? കഴിക്കാൻ ദോശ ഓംലെറ്റും മാത്രമുള്ളല്ലോ. കഴിക്കാനൊന്നും വേണ്ടെന്നേ, ജില്ലാ സമ്മേളനം വരുമല്ലേ, 2 പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. നീ ചൂടുവെള്ളം എന്താ പ്രഷർ റെഡിയാക്കാം. അതിനിപ്പോ ജോസാറേ തരാലോ. ആ പാത്രം ഞാൻ സുധിയേ, ആ ബക്കറ്റ്. ടീച്ചറെ 5-6 കട്ടൻ കിട്ടുവാരെ. ടൗൺ മുഴുവൻ പോസ്റ്റർ ഒട്ടിക്കാനുള്ളതാ. ചൂടാവട്ടെ. ഓക്കെ. ആ സാറേ, എന്നെ ഈ നേരത്തെ ഒരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മിക്ക ദിവസം ഈ സമയമാവും സാറേ. ആണോ? ആ നടക്കട്ടെ. എന്റെ വീടിന്റെ അടുത്തുള്ള ജോസാറല്ലേ, പുള്ളിക്ക് ബാങ്കിൽ സംഭവം പോരായിട്ടാണോ ഈ പോസ്റ്റ് ഒട്ടിക്കാൻ നടക്കുന്നത്? പുള്ളി ബാങ്ക് യൂണിയന്റെ എന്തോ നേതാവാണ്. എല്ലാ ശമ്പളം കൂട്ടാനുള്ള സമരമൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നും അല്ലടാ. ജോസാറിനെ പണ്ട് അവരുടെ ടൗൺ ബ്രാഞ്ചിന് മുന്നിൽ വാപ്പയുടെ കട ഉണ്ടായിരുന്ന കാലം തൊട്ട് എനിക്കറിയാവുന്ന ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവ് പുള്ളി. സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉണ്ടായ ഒരു സംഘടനയോ മറ്റാണ്. ഇന്ത്യയിലെ ബാങ്ക് ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനയാണ്. ഒരു കാലത്ത് ഞാനും ആഗ്രഹിച്ചതാ അങ്ങനെ ഒരു വൈറ്റ് കോളർ ജോലി. ശമ്പളം കൂട്ടാൻ വേണ്ടി മാത്രമാണ് സമരങ്ങൾ എന്നുള്ളത് പൊതുവായൊരു തെറ്റിദ്ധാരണയല്ലേ. ഇന്ത്യയിൽ പൊതുമേഖലാ ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് ഒഴിവുകളാണുള്ളത്. എന്നിട്ടെന്തോ 4000 പേരെ മറ്റുമാണ് ജോലിക്കെടുത്തേക്കുന്നത്. പോരാഞ്ഞിട്ട് തുച്ഛമായ ശമ്പളത്തിന് അപ്രന്റീസുകളെയും കോൺട്രാക്ട് ജീവനക്കാരെയും എടുത്തു വെച്ച് അടിമപ്പണി എടുപ്പിക്കല്. 12 മണിക്കൂർ ജോലി ചെയ്യാൻ വേണ്ടി കർണാടക സർക്കാർ കൊണ്ടുവന്ന നിയമത്തെ സമരം ചെയ്തു തോൽപ്പിച്ചത് നമ്മളൊക്കെ കണ്ടതല്ലേ സോഷ്യൽ മീഡിയയിലും മാധ്യമത്തിലൊക്കെ. ഈ സംസ്കാരം എന്ന് പറയുന്നത് കുറെ കാലങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്നതല്ലേ. അതിൽ ശരികളുണ്ടാകും, തെറ്റുകളുണ്ടാകും, തിരുത്തലുകളും ഉണ്ടാകും. അങ്ങനെയുള്ള തിരുത്തലുകളിലെ പിൽക്കാലത്ത് ശരികളായി മാറുന്നത്. ഇതും അങ്ങനെ ഒരു തൊഴിൽ സംസ്കാരം സംരക്ഷിക്കാനുള്ള ശ്രമമായിരിക്കുന്നു. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാടാ? സമ്പർക്ക ഗുണം. എടാ, ഇവർക്കൊക്കെ ഇവിടെ വരുമ്പോ പറയാനേ ഇതൊക്കെ ഉള്ളു. കേൾക്കാൻ എനിക്ക് 2 ചെവി. സമരധാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ നേടാം ഇതാ പദം. സമരധാരകങ്ങളെ സഖാക്കളെ സസജ്ജരെ പോരൂ നേരിൽ പോരിൽ